Hi friends, ഞാൻ സൈദ അബ്ദുൽ സലാം. ഇന്ന് കേരളോത്സവം നടക്കുന്നുണ്ട് അബുദാബിയിൽ. ഡ്രൈവിംഗ് സ്കൂളിനടുത്ത് ഡ്രൈവിംഗ് സ്കൂളിൻ്റെ അടുത്തുള്ള KM ട്രേഡിങ്ങിൻ്റെ അടുത്താണ് നടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ്. കേരളോത്സവം ഉണ്ട്, ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ട് അതിനോടനുബന്ധിച്ച്. അപ്പോൾ എനിക്ക് എങ്ങനെയുണ്ടെന്നൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം ബാക്കി അവിടെ നിന്നുള്ള വീഡിയോ ഒക്കെ കൂടെ ഇതിനോട് ചേർത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സൈദാസ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് എന്നെ എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. അബുദാബിയിൽ നടക്കുന്ന ഫുഡ് ഫെസ്റ്റിവൽ, കേരള ഫെസ്റ്റിവൽ. മലയാളി സമാജമാണ് നടത്തുന്നത്. അബുദാബിയിലെ മലയാളി സമാജം എന്ന ഒരു സംഘടനയാണ് ഇവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, താങ്ക് യു. കൈപ്പത്തിരിയാണോ? എല്ലാവർക്കും ഡ്രസ് കോഡൊക്കെ ഉണ്ടല്ലേ? കരിമ്പി ജ്യൂസാ മലയാളി, നമ്മുടെ കരിമ്പി ജ്യൂസാണ് കേട്ടാ. ആരാണ് ഭാഗ്യവാൻ? ഈ അംഗണത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സമയം പരിമിതമാണ്. ഇല്ലെങ്കിൽ അടുത്ത ഭാഗ്യവാനിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. 788 788 ആറാമത്തെ വാച്ച് ആര് സ്വന്തമാക്കും? അധികം നേരം അനൗൺസ് ചെയ്യാൻ നമുക്ക് അലൗഡില്ല. ഇത് 3ാമത്തെ ദിവസമാണ്. കിട്ടി ഒരു കൊച്ചു പിടിക്ക് പൂർണ്ണമായിട്ട് ഓടി വരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഓടി വരൂ. സമാജത്തിന്റെ പ്രിയങ്കരായ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ അബ്ദുൽ റഷീദാണ് ഈ കൊച്ചുപിടിക്ക് സമ്മാനം നൽകുന്നത്. സമാജത്തിന്റെ പല കൊച്ചുപിടിക്ക് ഗായത്രി കുട്ടിക്ക് സമ്മാനം ചുക്കിയപ്പോൾ പാലട പായസം ബീഫ് തെറ്റിദ്ധരിച്ചത് അമ്പലപ്പുഴ പായസം നെൽപ്പറ്റി കറുവര സാധന കപ്പ ബീഫ് പെട്ടുകറി അപ്പം കറി സോഷ്യൽ ഫോറം അധികാരിയുടെ എല്ലാ ഫോണുകളിലേക്കും പ്രൊഡക്ഷന്റെ ക്യാമറ കണ്ണുകളിലൂടെ ലൈവായിട്ട് എത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ ചെയ്തിരിക്കുന്ന പാട്ട്, നൃത്തം, ഡാൻസ്, ആഹാരം എല്ലാം തന്നെ ലൈവായിട്ട് ലോക മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ദിവസമായി ഇന്ന് പ്രൊഡക്ഷന്റെ ക്യാമറ കണ്ണുകൾ എല്ലാ ഭാവങ്ങളും ഡാൻസും സന്തോഷവും എല്ലാം തന്നെ മനോഹരമായ ക്യാമറ കവറിംഗ് നടത്തുന്നത്. ഒപ്പം
ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മാച്ചു ചിത്രങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നൊരു അറിയിപ്പുള്ളത്, ഈ വരുന്ന ഞായറാഴ്ച സമാജത്തിന്റെ അങ്കണത്തിൽ ക്ലാസിക്കൽ ഡാൻസിന്റെ ഒരു ക്ലാസ് ആരംഭിക്കുന്നതാണ്. ഏതെങ്കിലും രക്ഷിതാക്കൾക്ക് അവരുടെ കുട്ടികളെ നൃത്തം പഠിപ്പിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ പരിമിതമായ നമ്മുടെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പഠിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു അവസരമാണ് അബുദാബി മലയാളി സമാജം നിങ്ങൾക്കായി ഒരുക്കുന്നത്. ഞായറാഴ്ചയാണ് ആദ്യ ക്ലാസിന്റെ ആരംഭം. താല്പര്യമുള്ളവർ റിസപ്ഷനുമായിട്ട് ബന്ധപ്പെടുക. കൈപ്പത്തിരി എല്ലാ സ്റ്റാളിലും ഉണ്ട് കൈപ്പത്തിരി. നമ്മുടെ ഈ അങ്കണത്തിലെ 22 സ്റ്റാളാണുള്ളത്. എല്ലാ സ്റ്റാളിന്റെ നടത്തിപ്പുകാരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ഈ ഹാളിന്റെ ഈ സമാജത്തിന്റെ അങ്കണത്തേക്കുള്ള വഴി ബ്ലോക്ക് ചെയ്ത് ആരും നിൽക്കരുത്. എല്ലാവരും സൈഡ് ഒന്ന് കീപ്പ് ചെയ്യുക. കാരണം എല്ലാ സ്റ്റാളുകളിലേക്കും ആൾക്കാർ എത്തേണ്ടതുണ്ട്. സമാജത്തിനകത്തെ പരിപാടികൾ വീക്ഷിക്കണം. അവർക്കൊരു മാർഗ തടസ്സം നമ്മുടെ സെൻട്രൽ ലൈൻ ഒന്ന് ശരിയാക്കി കൊടുക്കണം. എല്ലാ സ്നേഹത്തോടുള്ള ഒരു അഭ്യർത്ഥനയാണ്. നമ്മളെല്ലാവരും തന്നെയാണ് വോളണ്ടിയേഴ്സ്, പ്രത്യേകിച്ച് വോളണ്ടിയേഴ്സ് ഒന്നുമില്ല. നമ്മുടെ 3ാമത്തെ ദിവസമായ കേരളോത്സവത്തിന്റെ ഭക്ഷണ കലവറകളോട് നമ്മൾ സന്ദർശിക്കാൻ പോവാണ്. ആദ്യമായിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് നൊസ്റ്റാൾജിയ ഉയർത്തിക്കൊണ്ട് അവരുടെ ഇന്നത്തെ വിഭാഗം ഇവിടുത്തെ ബഹളം കൊണ്ടേ എലയുടെയാണോ ചൂരക്കറി, ഞണ്ട്, പിന്നെ കപ്പ, മത്തിക്കറി, ചിക്കൻ കറി. നമ്മുടെ നാട്ടിലെ വെക്കേഷൻ പ്രവാസികൾ പോകുമ്പോൾ വേമ്പനാട്ട് കായലിലൂടെ കെട്ടുവെള്ള യാത്ര നടത്താത്ത ആരും തന്നെ കാണത്തില്ല. അന്നേരം നാട്ടിൽ കിട്ടുന്ന ആ വിഭവങ്ങൾ സുന്ദരമായ വറയുടെ കൈകളിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് നൊസ്റ്റാൾജിയ മനോഹരമായ രീതിയിൽ എത്തിച്ചിരിക്കുകയാണ്. വളരെ ചെറിയ റേറ്റിൽ തന്നെയാണ് നിങ്ങൾക്ക് നൽകുന്നത്. കരിമീന്റെ കെട്ടിപ്പൊള്ളിച്ച് തൂക്കിയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ മുമ്പിൽ വെച്ച് വറുത്ത് തരുന്നതായിരിക്കും. റെഡി ടു ഫ്രൈ. അതാണ് നൊസ്റ്റാൾജിയ. കപ്പ, മത്തി, കുരുമുളകിട്ട് വറുത്തരച്ച ചിരിക്കറി, ഇതൊക്കെയാണ് ഇന്ദിരാഗാന്ധി സുന്ദരികൾ നടത്തുന്ന
വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ചിക്കൻ കിളിക്കൂട്, ചിക്കൻ തേങ്ങാമുറി, വിമാനമാർഗമെത്തിയ കരിമ്പാണ് നിങ്ങൾക്ക് വേണ്ടി ജ്യൂസാക്കി നൽകുന്നത്. നമ്മുടെ സ്പോർട്സ് സെക്രട്ടറി അവരെ ഓർമ്മിച്ചത്. കലാവതാവിയുടെ സ്റ്റാളിലേക്കാണ്. കലാവതാവിയുടെ സ്റ്റാളില് ഇന്നത്തെ അവരുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചോദിക്കാം. കലാവതാവിയുടെ പ്രിയങ്കര ട്രഷറർ ശ്രീ ഗോപൻ, ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? കലാവതാവിയുടെ സ്റ്റാളിലെ അപ്പം, ചിക്കൻ സ്റ്റൂ സ്പെഷ്യൽ, ചിക്കൻ കറി, ബീഫ് കറി, എല്ലാവരും നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി വറുത്ത് പൊടിച്ച് ഉച്ചയ്ക്ക് വരെ കലക്കിയെടുത്ത് വെച്ച മാവ് കൊണ്ടുണ്ടാക്കിയ പത്തിരിയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തീരുന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് വന്ന് കഴിക്കുക. അത് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നു അബുദാബി സാംസ്കാരിക വേദിയുടെ സ്റ്റാളിലേക്കാണ്. ചെല്ലുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്ന ഒരു നാടൻ പഴക്കൊലയാണ്. മുമ്പുള്ള സ്റ്റാളുകൾ നമ്മൾ ആ കൊല കണ്ടില്ല. ഇവിടെ മനോഹരമായ കൊല കെട്ടി തൂക്കിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണ്? ഒരനയില അപ്പം, ഉണ്ണിയപ്പം, കട്ട്ലറ്റ്, ഓടിച്ചിട്ട് പിടിച്ച ചിക്കനെ തല്ലിക്കുന്ന വറുത്ത പാൽ ഫ്രൈ. 2 ദിവസമായിട്ട് അവരുടെ സ്റ്റാളിലെ ഏറ്റവും മനോഹരമായ ഒരു ഐറ്റമായിരുന്നു പിടി പൊറോട്ട. അത് വളരെ ഭംഗിയായ രീതിയിൽ അവരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഓർഡർ സെറ്റ് ലൈവായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. പൊറോട്ട ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 മുട്ട ഓംലെറ്റ് കൂടെ കഴിച്ചിട്ടേ ഇവിടുന്ന് പോകാവൂ എന്നൊരു പ്രത്യേക അഭ്യർത്ഥന അവർ നൽകുന്നുണ്ട്. ഇതിന്റെ മേളിൽ ഒരു മാങ്ങ മുളകിട്ടത്. ഇന്ന് രാവിലെ അനീഷ് ബാസി മാല കയറി എറിഞ്ഞിട്ട മാങ്ങ ഇട്ട് ചേർത്തുള്ള മാങ്ങ മുളകിട്ടത്, നാടൻ ചിക്കൻ, കപ്പ, മത്തി, സമൂസ, കട്ട്ലറ്റ്. പിന്നെ അത് ഈ ആഹാരം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു നന്നാരി സമ്പത്തൂടെ കുടിച്ചിട്ട് പോകാം എന്നാണ് പറയുന്നത്. താങ്ക് യു. അടുത്തായിട്ട് നമ്മൾ എത്തുന്നത് സേവനം അബുദാബിയുടെ സ്റ്റാളിലേക്കാണ്. സേവനത്തിന്റെ ഇന്നത്തെ ഈ സ്റ്റാളില് ഇന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഒരു ഐറ്റമാണ് ചിക്കൻ കിളിക്കൂട്. എല്ലാവരും ഈ സാധനം വാങ്ങിച്ച് കഴിച്ചിട്ടേ പോകാവുള്ളൂ. പിന്നെ കഴിഞ്ഞ 2 ദിവസത്തെ പ്രോഗ്രാമുകളും ലോക മലയാളികളും കൂടെ പ്രൊഡക്ഷന്റെ ക്യാമറ കണ്ണുകളിലൂടെ ലോകത്ത് അവരെത്തിച്ചിരിക്കുകയാണ്. പ്രൊഡക്ഷന്റെ പ്രിയങ്കനായ MD ശ്രീ ഹനീഫ് എത്തിയിട്ടുണ്ട്. പ്രൊഡക്ഷന്റെ ക്യാമറ കണ്ണുകൾ കഴിഞ്ഞ 2 ദിവസം സഹായത്തിനേക്കാൾ എല്ലാ പ്രോഗ്രാമുകളും ലോക മലയാളികളുടെ പാട്ടും കൂത്തും ആഹാരവും എല്ലാം തന്നെ മനോഹരമായ രീതിയിൽ ക്യാമറയോട് നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂട്യൂബിലെ വളരെ അപൂർവമായിട്ട് മാത്രം 2 ദിവസത്തെ തയ്യാറെടുപ്പിലൂടെ വളരെ ഭംഗിയായ രീതിയിലാണ് ഈ സ്റ്റാളിൽ